ചെറുപുഴ പഞ്ചായത്തിലെ മീന്തുള്ളി റവന്യൂ, ആറാട്ടുകടവ് മേഖലകളിൽ കർഷകരെ കുടിയിറക്കാനുള്ള കർണാടക സർക്കാരിന്റെ നീക്കം തടഞ്ഞുവെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി അറിയിച്ചു. കുടിയിറക്ക് ഭീഷണിയെപ്പറ്റിയും അതിനായി കർണാടക വനം വകുപ്പ് നൽകിയ നോട്ടീസും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം ചെറുപുഴ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് റോഷി ജോസ്, കോൺഗ്രസ് ഭാരവാഹി വേണുഗോപാൽ ചെഞ്ചേരി എന്നിവരുടെ നേതൃത്വത്തിൽ കർഷകരുടെ സംഘം എം പിയെ സന്ദർശിച്ച് ധരിപ്പിച്ചിരുന്നു. പാർലമെന്റ് സമ്മേളനം നടക്കുന്ന സമയമായതിനാൽ കർഷകരുടെ ഭൂമി സംബന്ധിച്ച മുഴുവൻ വിവരങ്ങളും രേഖകളും ശേഖരിച്ച രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ഡൽഹിയിലെത്തി കർണാടക വനം വകുപ്പ് മന്ത്രി ഈശ്വർ ഖണ്ഡ്രെയുമായി ഫോണിൽ സംസാരിക്കുകയും AICC സംഘടനാ ചുമതലയുള്ള KC വേണുഗോപാൽ ആവശ്യമായ ഇടപെടൽ കർണാടക മുഖ്യമന്ത്രിയുമായി നടത്തുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് കുടിയിറക്കൽ നടപടി അവസാനിപ്പിക്കാൻ കർണാടക സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. 50 വർഷത്തിലധികമായി വീട് വെച്ച് താമസിച്ചു വരുന്ന പാവപ്പെട്ട കർഷകരെ ഒരു കാരണവശാലും അവരുടെ പുരയിടത്തിൽ നിന്ന് ഇറക്കിവിടാൻ അനുവദിക്കില്ലെന്നും ഇപ്പോൾ നടക്കുന്ന പാർലമെന്റ് സമ്മേളനം കഴിഞ്ഞാൽ ഉടൻ കർഷകരുടെ കൃഷിയിടങ്ങൾ നേരിട്ട് സന്ദർശിച്ച് അവർക്ക് എല്ലാ പിന്തുണയും സഹായവും നൽകുമെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി പറഞ്ഞു. എം പി അറിയിച്ച കാര്യങ്ങൾ വിശദീകരിക്കുന്നതിന് വേണ്ടി ചേർന്ന യോഗത്തിൽ DCC മെമ്പർ KK സുരേഷ് കുമാർ, ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് റോഷി ജോസ്, പുളിങ്ങോം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് മനോജ് പടക്കൽ, മഹിളാ കോൺഗ്രസ് ചെറുപുഴ ബ്ലോക്ക് പ്രസിഡന്റ് ഉഷ മുരളി, കോൺഗ്രസ് ഭാരവാഹികളായ വേണുഗോപാൽ ചെഞ്ചേരി, സുരേന്ദ്രൻ ചുണ്ട, മറിയാമ്മ വർഗീസ്, സെബാസ്റ്റ്യൻ കണ്ടത്തിൽ, ജോസ് തെക്കേൽ, ജായിസ് കണ്ടത്തിൽ തുടങ്ങിയവർ സംബന്ധിച്ചു. ആറാട്ടുകടവ് അതുപോലെ മീന്തുള്ളി റവന്യൂ മേഖലയിൽ കഴിഞ്ഞ 50 വർഷക്കാലമായി നിരവധി കുടുംബങ്ങൾ ഇവിടെ ഈ മേഖലയിൽ ഫോറസ്റ്റിനോട് ചേർന്ന് താമസിക്കുന്നത്. നായനാർ ഗവൺമെൻറ് പട്ടയം കൊടുക്കുന്ന ഘട്ടത്തിൽ എന്തോ നിർഭാഗ്യവശാൽ ഈ മേഖലയിലുള്ള ആളുകൾക്ക് പട്ടയം അവർക്ക് കിട്ടാതെ പോയി. ആ കാലഘട്ടത്തിൽ റവന്യൂ മേഖലയിലുണ്ടായ മുഴുവൻ കുടുംബങ്ങൾക്കും രാജഗിരി, കാനംവയൽ മുതൽ മീന്തുള്ളി വരെയുള്ള ഒരുപാട് മേഖലയിലെ റവന്യൂ മേഖലയിലുള്ള കുടുംബങ്ങൾക്ക് പട്ടയം കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ഈ ഒരു 18ഓളം കുടുംബങ്ങൾക്ക് പട്ടയം കിട്ടിയില്ല. എങ്കിലും അവരിവിടെ താമസിക്കുകയും ഇവിടെ ദേഹണ്ണങ്ങൾ വെച്ച് പിടിപ്പിക്കുകയും 50 വർഷം 2 തലമുറയോളം ഇവിടെ താമസിച്ച ആളുകളാണ്. അവരെയാണിപ്പോൾ കുടിയൊഴിപ്പിക്കാൻ വേണ്ടി കർണാടക സർക്കാർ അതിൻ്റെ വനം വകുപ്പിൽ നിന്ന് നോട്ടീസ് വന്നത്. അപ്പോൾ ഒരു കാരണവശാലും അത് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. കാരണം ഇവർക്ക് ചെറുപുഴ പഞ്ചായത്തിൻ്റെ കെട്ടിടത്തിൻ്റെ നമ്പർ അടിച്ച് കൊടുത്തിട്ടുണ്ട്, അതുപോലെ റേഷൻ കാർഡുണ്ട്, അതുപോലെ വോട്ടർ പട്ടികയിൽ പേരുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാ ആനുകൂല്യങ്ങളും അവർക്കിവിടെ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വരുന്ന ഘട്ടത്തിൽ ഈ ഒരു മുട്ടനായം പറഞ്ഞുകൊണ്ട് വനം വകുപ്പ് കയ്യേറ്റമാണ് എന്നാണ് കർണാടക വനം വകുപ്പിൻ്റെ നിഗമനം. അതിൽ വെച്ചുകൊണ്ട് ഇവരെ ഒഴിവാക്കാനുള്ള തീരുമാനം തീർച്ചയായിട്ടും പ്രതിഷേധാർഹമാണ്. അപ്പോൾ ഈ വിഷയം ബഹുമാനപ്പെട്ട MP രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി. പക്ഷെ അദ്ദേഹം പറഞ്ഞത് കയ്യേറ്റമാണെങ്കിൽ നമുക്ക് പട്ടയം എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇത്രയും കാലമായി ലഭിച്ചില്ല എന്ന് ഞങ്ങളോട് ചോദിച്ചു. പക്ഷേ ഞങ്ങൾ അതിൻ്റെ കാര്യകാരണ സഹിതം വിശദീകരിച്ച് കൊടുത്തപ്പോൾ എല്ലാ രേഖകളും എനിക്ക് വേണമെന്ന് പറഞ്ഞു. ഞങ്ങൾ എല്ലാ രേഖകളും അദ്ദേഹത്തിന് എത്തിച്ചു കൊടുക്കുകയാണ്. ഇത് സംബന്ധിച്ചൊരു കേസുണ്ടായിരുന്നു ഹൈക്കോടതി. ആ കേസിൻ്റെ വിധിപ്പകർപ്പടക്കം അദ്ദേഹത്തിന് ഏൽപ്പിച്ചു കൊടുത്തു. വളരെ ജാഗ്രതയോടുകൂടിയാണ് അദ്ദേഹം അതിനകത്ത് ഇടപെടൽ നടത്തിയത്.